നോൽമ്പ് തുറക്കാൻ ഏകദേശം സമയമൊക്കെ ആയപ്പോൾ കടയിൽ നിന്ന് പുറത്തേക്ക് അടുത്തുള്ള ബംഗാളി കച്ചവടക്കാരൊക്കെ അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും ആ സമയത്ത് വരുന്ന ആൾക്കാർക്കും തുറക്കാനുള്ളത് റെഡിയാകും. ഇന്ന് നമ്മളെ മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കഫ്തീരിയയിൽ പോയിട്ടാണ് നോമ്പ് തുറക്കുന്നത്. കഫ്തീരിയ എന്ന് പറഞ്ഞാൽ ചായക്കടയിൽ കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആക്കാൻ ഞാനും കൂടെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടാൾക്കാരും കൂടെ ഉണ്ട്. അങ്ങനെ സമയമൊക്കെ ആയി നടന്ന് മുമ്പോട്ട് പോവാണ്. പള്ളീൻ്റെ മുമ്പിലെത്തിയപ്പോൾ കണ്ട കാഴ്ചതാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ നോമ്പ് തുറക്കാനുള്ള ബിരിയാണിയും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. ബാങ്ക് കൊടുക്കുന്ന സമയം കറക്റ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. റമദാനിൽ കാണുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ്. പോകുന്ന വഴിയിൽ മുഴുവൻ ഇതുപോലെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പാകിസ്ഥാനികളും ബംഗാളികളൊക്കെ സമയത്തിന് അങ്ങനെ കാത്തിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. കഫ്തീരിയൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മളെ ഷോപ്പിലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത് കാണാൻ പറ്റി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്നത്. കുഞ്ഞിപ്പത്തിരിയും അതേപോലെ തരിക്കഞ്ഞിയും ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതുകൊണ്ടാണ് ഇന്ന് നോമ്പ് തുറ ഇവിടുന്ന് ആക്കാന്ന് വിചാരിച്ചിട്ടോ. ഭക്ഷണമൊക്കെ മുമ്പ് കൊണ്ടച്ച് ബാങ്ക് കൊടുക്കുന്ന സമയത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അതൊരു വല്ലാത്ത ഇരിപ്പാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പ് തുറന്നു തുടങ്ങി. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുന്ന വെള്ളവും കുറച്ച് എണ്ണക്കടികളും മാത്രമാണ് ഇപ്പോൾ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി റൂമിൽ പോയിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് 1 മണിക്കൂറാണ് നമുക്ക് ബ്രേക്ക്. ആ സമയം കൊണ്ട് ഭക്ഷണം കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടയിലേക്ക് എത്തണം. നോമ്പ് തുറക്കുന്ന ഈ ഒരു സമയത്ത് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് നിശ്ചലാവും കേട്ടോ. റമദാൻ മാസത്തിൽ നിന്നുള്ള പ്രത്യേക കാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും തീർന്നു.